പല കാരണങ്ങൾ കൊണ്ട് ദേശീയ രാഷ്ട്രീയ ശ്രദ്ധ തന്നെ ആകർഷിച്ച പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് അല്പനേരം മുമ്പ് പരിസമാപ്തിയായി. ഇനി നിശബ്ദ പ്രചരണമാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പാലക്കാട്ടെ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യമുള്ള മുഴുവൻ മനുഷ്യരും സാഗൂതം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ 35 ദിവസങ്ങളാണ് കടന്നുപോയത്. കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് ശക്തമായ ഒരു ത്രികോണ മത്സരം ഇവിടെ പാലക്കാട്ടെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് നടന്നു. ന്യൂസ് മലയാളത്തിൻ്റെ ടീം അങ്ങേയറ്റം സൂക്ഷ്മമായ വിവരങ്ങൾ എല്ലായിടത്തു നിന്നും ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ചെന്ന് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തു. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ വാർത്തകളെല്ലാം ഏറ്റവും ആദ്യം അതിവേഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് മലയാളമാണ്. പൊതുവിൽ ഈ മണ്ഡലത്തിലാകെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളും അല്ലാത്തവരുമായ ആളുകൾക്കിടയിലേക്ക് ന്യൂസ് മലയാളവും കൂടെ കടന്നു എന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഹർഷ കഴിഞ്ഞത്. ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ്, എന്നാൽ അത് നമ്മുടെ ആദ്യത്തെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ആയിരുന്നു. നമ്മുടെ ടീം വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു, അല്ലേ? തീർച്ചയായും അത് വളരെ അഭിമാനത്തോടെ തന്നെയായിരിക്കും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുക. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണിത്. ആ ഉപതെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരമായി മാറുക. ആ ത്രികോണ മത്സരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തൊട്ട് മുമ്പ് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ശക്തിയേറിയ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് അത് മാറുക. ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുക, വേറൊരു തരത്തിൽ ദേശീയ ശ്രദ്ധ തന്നെ ആ നിലയ്ക്ക് ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുക എന്നതൊക്കെ നമുക്ക് ആ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. നന്നായി കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാ വാർത്തകളും എന്ന് പറഞ്ഞാൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആര് എന്നത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ് എന്നുള്ള വസ്തുതയുണ്ട്. അങ്ങനെ ആദ്യന്തം നമുക്ക് മണ്ഡലത്തിലെ ഓരോ പ്രശ്നങ്ങളിലും നിൽക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ വിവാദങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഈ മണ്ഡലത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥ, ഇവിടുത്തെ പൊതു ഇടങ്ങളെല്ലാം നാശമായി കിടക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം കൃത്യമായി നമ്മൾ ആ റിപ്പോർട്ടുകളിൽ എത്തിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയങ്ങളൊക്കെ വേറൊരു തരത്തിൽ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുമുണ്ട്. നമ്മളെല്ലാം ഇപ്പോഴും വിവാദങ്ങളുടെ പിന്നാലെയായിരുന്നു. എല്ലാവരും ധാരാളം വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിലടക്കം 3 മുന്നണിയിലും പ്രശ്നങ്ങൾ. അതിൽ പിന്നെ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നത് കുറേയേറെ നാടകങ്ങൾക്കൊടുവിൽ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം, അതിനുശേഷം കോൺഗ്രസിലുണ്ടാകുന്ന പൊട്ടിത്തെറികൾ, കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ജില്ലാ കമ്മിറ്റി തന്നെ ഇവിടെ നിന്ന് കത്തയച്ചിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വരുന്നത്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ BJP-യിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കടക്കം 3 മുന്നണിയിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങൾക്കും അപ്പുറത്ത് ജനകീയ പ്രശ്നങ്ങളിലേക്ക് കൂടി, ഈ മണ്ഡലത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൂടി, ഈ സ്ഥാനമാനങ്ങളുടെ പേരിലുള്ള തർക്കങ്ങൾക്കപ്പുറത്തുള്ള ജനകീയ പ്രശ്നങ്ങളിലേക്ക് കൂടി നമ്മൾ പോയി. പ്രസാദ് എങ്ങനെയാണ് പ്രസാദ് ഇപ്പോൾ മണ്ഡലത്തിൽ ഇവിടെ ഇപ്പോൾ ഈ പാലക്കാട്ടെ റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് ഇതിൻ്റെ നാഡീചരമ്പുകളെക്കുറിച്ച് ഏറ്റവും ധാരണയുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കൊട്ടിക്കലാശം അവസാനിക്കുമ്പോഴുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? ഈ കൊട്ടിക്കലാശം അവസാനിക്കുമ്പം സത്യത്തിൽ നിലവിൽ UDF-ന് ഇവിടെ ഒരു മേൽക്കൈ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ പ്രചാരണത്തിൽ അത് നമുക്ക് വളരെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ കുട്ടിക്കലാശമാണെങ്കിലും പ്രചാരണത്തിലെ ഓരോ ഘട്ടങ്ങളാണെങ്കിലും 6 തവണയൊക്കെ അവർ വീട് സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പം പല സ്ഥലങ്ങളിലും കയറാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ചർച്ചയാക്കി മാറ്റുക എന്നുള്ളത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കൃഷ്ണദാസ് മത്സരിച്ച സമയത്ത് കൃഷ്ണദാസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പം ഈ ശ്രീധരൻ ഷാഫി മത്സരിച്ച സമയത്ത് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. അപ്പം CPM-നെ സംബന്ധിച്ചുള്ള വലിയൊരു ക്ഷീണമാണ്. കാരണം പാലക്കാട് പോലെ 12 സീറ്റിൽ 10 ഇടത്തും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ളൊരു മണ്ഡലം, അതിൽ പാലക്കാട് പോലൊരു പാലക്കാട് പോലൊരു സ്ഥലത്ത് ജയിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ പിന്നീട് ഈ മണ്ഡല പുനർനിർണയത്തിനൊക്കെ ശേഷം UDF സ്ഥിരമായി ജയിക്കും. പക്ഷേ 3ാം സ്ഥാനത്തേക്ക് വന്നു. പിന്നെ തിരിച്ചു കയറാൻ കഴിയുന്നില്ല. അവർ നഗരസഭ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിൽ അവരുടെ പ്രാതിനിധ്യം കുറയുന്നുണ്ട്. അപ്പം അവർക്ക് എല്ലാത്തിനും തിരിച്ചു കയറി വരണം. ഇനിയിപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അപ്പം ഇത് വോട്ട് വർധനവ് മാത്രമല്ല, നല്ല രീതിയിലൊരു പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചുള്ള വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ആ രീതിയിലുള്ള ഒരു പ്രകടനം, 3ാം സ്ഥാനം എന്നുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ളത്, ആ രീതിയിലുള്ള ഒരു പ്രകടനം എന്തായാലും നമുക്ക് പ്രത്യക്ഷത്തിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
വരും. പിന്നെ BJP സംബന്ധിച്ചിടത്തോളം BJPക്കാണ് സത്യത്തിൽ ഏറ്റവും നല്ല അവസരമാക്കി ഇത് ഉപയോഗിക്കാൻ കഴിയേണ്ടിയിരുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ പരാജയപ്പെട്ടത് 3859 വോട്ടിനാണ്. പക്ഷെ അതിന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ പിന്നെ പാർട്ടിക്ക് അതീതമായി വോട്ട് ശേഖരിക്കാൻ കഴിയുന്നുള്ള ഒരു കഴിവെല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റി നിർത്തിയാൽ പോലും നമ്മൾ പൊതുവെ കേരളത്തിൽ കാണുന്നത് BJPക്ക് ഇത്തവണ വോട്ട് ചെയ്ത മണ്ഡലങ്ങളിൽ, വോട്ട് വർദ്ധിച്ച മണ്ഡലങ്ങളിൽ പിന്നീട് അവർ പുറകോട്ട് പോകുന്നത് നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഈ സമീപകാലത്ത്. അപ്പോൾ വോട്ട് വർദ്ധിപ്പിച്ചു വരുന്നതാണ് കണ്ടത്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പം ഈ ശ്രീധരൻ കിട്ടിയ വോട്ട് കിട്ടിയിട്ടില്ല. 7000 വോട്ടോളം കുറഞ്ഞു. ശ്രീകണ്ഠൻ വലിയ മെജോറിറ്റിയിലേക്ക് വന്നു, 90,000-ലധികം വോട്ടിന്റെ പാർലമെന്റിലേക്ക് വന്നു. അപ്പോൾ അവർ ആ ഒരു കംഫർട്ട് മെജോറിറ്റിയിൽ നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഈ ഇതിനകത്ത് BJPക്ക് അകത്തുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഇപ്പൊ ഇന്ന് നമ്മൾ കണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ മുഴുവൻ തൊട്ട് ആദ്യം തൊട്ട് അവസാനം വരെയുണ്ട്. നമ്മൾ വെറുതെ ഉണ്ട് എന്നുള്ളതല്ല, സജീവമായ സ്വീകാര്യതയുണ്ട്. അവർ വന്നപ്പോൾ ഒരു ആരോപമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അവരപ്പം ഈ മാത്രമല്ല സന്ദീപ് വാര്യർ പോയ സമയത്ത് അവരൊന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയതുകൊണ്ട് കോൺഗ്രസിനോട് കൂടി ഒരു ഒരുപക്ഷെ ആ ഒരു ഈർഷ്യ വന്നേക്കാം എന്നുകൂടി തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കോൺഗ്രസിന്റെ വിജയം സന്ദീപിന്റെ വിജയമാകുമോ? അതെ, കോൺഗ്രസിന്റെ വിജയം സന്ദീപിന്റെ വിജയമാകും. സ്വാഭാവികമായിട്ട് അതാണല്ലോ പറയാ. സന്ദീപ് പോയതുകൊണ്ട് വലിയ വോട്ടിന് രാഹുൽ ജയിക്കുന്നു എന്നുള്ളത് തോന്നുന്നു. അപ്പം അത് മാറ്റി നിർത്തുക എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് BJP പോകുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഒരു ആര് ജയിക്കുമെന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. കാരണം അടിയൊഴുക്കുകൾ വളരെ നിർണായകമാണ്. അടിയൊഴുക്കുകളൊന്നുമില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, അതിനകത്ത് UDF-ന്റെ അത്രയും മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ്. കാരണം പാലക്കാട് നഗരസഭയിലാണെങ്കിലും പഞ്ചായത്തിലൊക്കെ ആണെങ്കിലും അതാണ് ആൽബിൻ. അത് നമുക്ക് ഈ UDF-ന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. ഷാഫി പറമ്പിൽ ഫുൾ ടൈം നിന്ന് പണിയെടുത്താണ്. ഷാഫി പറമ്പിൽ മാത്രമല്ല എല്ലാ കോൺഗ്രസ് നേതാക്കളും. എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്കലാശത്തിലൊക്കെ ഇവരുടെ ആവേശം വളരെ ദൃശ്യമായിരുന്നു അല്ലേ? വിജയമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. അത് നേതാക്കന്മാരൊക്കെയും ഓരോ തവണയും ഘട്ടം ഘട്ടം നമ്മളോടും പ്രതിപക്ഷ നേതാവെല്ലാം വളരെ കൃത്യമായി അദ്ദേഹം ഭൂരിപക്ഷ കണക്ക് പോലും പറഞ്ഞു. 15-ന് താഴെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള അത്ര ആത്മവിശ്വാസത്തിലാണ് UDF-ന്റെ നേതാക്കളൊക്കെയും തുടരുന്നത്. ഏതായാലും ഈ പറഞ്ഞ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചും കൃത്യമായി 5-6 തവണ വീടുകൾ കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അതിൽ പലയിടങ്ങളിലും സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് ആ വീട് കയറിയ സമയത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ആത്മവിശ്വാസം നിലവിലുണ്ട്. മറ്റ് കാരണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പം സന്ദീപ് വാര്യരുടെ വരവ് കൂടിയായപ്പോൾ വലിയ വോട്ട് മറിക്കലൊന്നും സന്ദീപ് വാര്യർക്ക് നടക്കില്ല എങ്കിൽ പോലും അതൊരു കാരണമാണ് എന്ന് അവർ കരുതുന്നു. സന്ദീപിൻ്റെ വരവോടുകൂടി കുറച്ചുകൂടി അത് ഊർജിതമാക്കി ചില മേഖലയിൽ BJP മേഖലയിൽ ഒരു വോട്ട് വർധന ഉണ്ടാക്കും എന്നുള്ള അവർ വിചാരിക്കുന്നു. അവരുടെ പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നേതാക്കന്മാരുടെ എല്ലാം കൃത്യമായ ചിട്ടയോടുന്ന ഒരു പ്രവർത്തനം അതായിരുന്നു അതിൻ്റെ ഒരു കൃത്യമായ പറഞ്ഞിരുന്നാൽ നമ്മൾ സതീശൻ തന്നെ ആവർത്തിച്ച് പറയുന്നു, എന്താണെങ്കിലും ഇതിന് ഉത്തരവാദി ഞാനാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ തവണ ഈ ശ്രീധരനോട് 3858 വോട്ടിന് പരാജയപ്പെട്ടെങ്കിൽ അത് ചെറിയ ഭൂരിപക്ഷമാണ്. പക്ഷെ അതിന് ഈ ഇടതുപക്ഷക്കാരുടെ വോട്ട് ഷാഫിക്ക് അനുകൂലമായിട്ട് വന്നു എന്നൊരു തിയറി എല്ലാവരും പറഞ്ഞു. ഷാഫി എന്നെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ഇടതുപക്ഷവും അതിശക്തമായ മത്സരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തെ അതേ സിസ്റ്റം അല്ല. എന്ന് മാത്രമല്ല ഷാഫി പറമ്പിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ളിലെങ്കിലും അവർക്ക് ആശങ്ക ഉണ്ടാകുമോ പുറത്ത് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം? ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷ വോട്ട് ഇത്തവണ ഷിഫ്റ്റ് ചെയ്യില്ല എന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. വളരെ കൃത്യമായി അതിൻ്റെ രൂപത്തിൽ വർക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതും ആ സ്ഥാനാർത്ഥി വന്നതുൾപ്പെടെ അത് തന്നെ ഇവർ തമ്മിലുള്ള പിന്നെ വൈര്യം നമ്മൾ കണ്ടതാണ്. കൈ കൊടുക്കാൻ പോലും താല്പര്യമില്ലാതെ വന്നൊരു വൈര്യം നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഷിഫ്റ്റിങ് ഇടതുപക്ഷത്തു നിന്നും ഉണ്ടാവില്ല ഇത്തവണ എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മത്സരം തീപാറും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ വലിയ ആത്മവിശ്വാസം അവരിപ്പോഴും പറയുന്നത് BJP ആണ് രണ്ടാമത് വരുന്നതെന്ന് ഊന്നി പറയാൻ ശ്രമിക്കുകയാണ്. BJP ആണ് രണ്ടാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് അവർ ഊന്നി അതൊരു തന്ത്രമാണ്, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം കൂടിയാണ്. കാരണം BJP മൂന്നാമത് പോകും എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇടതു മുന്നണിക്ക് പോകുന്ന സെക്യുലർ വോട്ടുകൾ അങ്ങോട്ട് തന്നെ പോകും. അത് പോകാതിരിക്കാനുള്ള ഒരു തന്ത്രം തെരഞ്ഞെടുപ്പ് തന്ത്രം. അതിപ്പോൾ പുതിയ തന്ത്രമല്ല, അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ നിലയ്ക്ക് മത്സരം നടക്കുന്ന എല്ലാ സ്ഥലത്തും ആ തന്ത്രം ആ നിലയ്ക്ക് തന്നെ അവർ പ്രയോഗിക്കാറുണ്ട്. മാത്രമല്ല സനീഷ് പറഞ്ഞ ഒരു കാര്യം, സരിൻ്റെ പേര് പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവുമായിട്ട് ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ പോലും ആ പേര് പറയില്ല, പേര് പറയാതെയാണ് മറ്റു കാര്യങ്ങൾ പറയുക. അങ്ങനെ എന്താണ് അവഗണനയാണ് ഞങ്ങളുടെ തന്ത്രം എന്നുള്ളത്. അത് അനുകൂലമായോ പ്രതികൂലമായോ എന്നുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണണം. അല്ല, രണ്ടാമതെത്തിയാൽ പോലും അത് ഈ പറഞ്ഞ പോലെ വലിയൊരു വിജയമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണല്ലോ പരിപാടിയിൽ നമ്മൾ ശ്രദ്ധിച്ചു. അതായത് ഈ വരുന്ന UDF-ന്റെ പ്രതിനിധികൾ ആരും എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഞങ്ങളും BJP തമ്മിലാണ് മത്സരം. അവർ മൂന്നാം സ്ഥാനത്ത് പോലും ഇല്ല. പക്ഷെ അതിനകത്ത് വേറൊരു കൗതുകം, ഞാനത് പ്രതിപക്ഷ നേതാവിനും ചോദിച്ചതാണ്. ഈ ഇന്റർവ്യൂ ആരംഭിച്ച് അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ മറ്റു നേതാക്കളുടെ പ്രചാരണ രംഗത്ത്
എല്ലാം അവർ സംസാരിക്കുന്നത് പ്രധാനമായും സരിനെതിരെയാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്കെതിരെയാണ്. സരിനെതിരെയല്ല, ഇടതുമുന്നണിക്കെതിരെയാണ്. അറ്റാക്ക് പൂർണ്ണമായും ഇടതുമുന്നണിക്കെതിരെയാണ് എന്നുള്ള പ്രശ്നമുണ്ട്. അതായത് ഇവർ പറയുന്നത് മത്സരം നടക്കുന്നത് UDF ഉം NDA യും തമ്മിലാണെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അതെ വിഷയങ്ങൾ ഇവർ തമ്മിലായിരുന്നു. പിന്നെ വിഷയങ്ങൾ രൂപപ്പെട്ടതും അങ്ങനെയായിരുന്നു. അതാണ് BJPയും LDF ഉം UDF അല്ല BJP തമ്മിൽ മത്സരം എന്ന് പറയുമ്പോൾ മുരളീധരനും ചെന്നിത്തലയും ഒക്കെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു BJPയുടെ കാര്യം സരീഷിലേക്കൊന്ന് പോയാൽ BJPക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ കുറേ സ്ഥലത്ത് അവർക്ക് വിജയസാധ്യത അല്ലെങ്കിൽ മത്സരിക്കാവുന്ന ഇതുണ്ട്. പക്ഷേ ഏറ്റവും ശക്തമായിട്ട് ഉറപ്പായിട്ടും കിട്ടുന്നൊരു സീറ്റ് എന്ന നിലയ്ക്ക് പരിഗണിക്കുന്ന സ്ഥലമാണ് പാലക്കാട്. നമ്മളിപ്പോൾ ഈ 35 ദിവസത്തെ പ്രചാരണം കഴിഞ്ഞിട്ട് ഈ വിഷയങ്ങളെല്ലാം കണ്ടു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ പല BJP നേതാക്കളോടും സംസാരിക്കുമ്പോൾ അവരെല്ലാം വിജയപ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലുള്ള വിജയപ്രതീക്ഷ തന്നെയാണോ അത്, അല്ലെങ്കിൽ അവർ ശക്തമായ മത്സരം കാണുന്നുണ്ടോ? അല്ല, ചില കാൽക്കുലേഷനുകൾ അവർക്കിപ്പോഴും അകത്തുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഈ ശ്രീധരന് കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷേ അവരിപ്പോഴും പറയുന്നത് ഈ പല മേഖലകളിലും കഴിഞ്ഞ തവണ ഈ പ്രചരണത്തിന് പോവാതെ പോലും കൃഷ്ണകുമാറിന് ഈ ശ്രീധരന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് പുറത്ത് പല മേഖലകളിലും കിട്ടിയിട്ടുണ്ട്. അവിടെ പോയിട്ടില്ല. അതോടൊപ്പം തന്നെ കൽപ്പാത്തിയിൽ കൂടുതൽ സമയം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചിലവഴിച്ചിട്ടില്ല. പക്ഷേ അവിടെയും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്തവണയും വോട്ടാകും. ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശനമായി പറയുന്നത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു പൊതുസമ്മതനായ ആൾ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബ്യൂറോക്രാറ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആളെന്ന രീതിയിൽ പൊതു താല്പര്യമുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് BJP കാണുന്നത് C. കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ഇവരെ എല്ലാം, അതായത് നിലവിലുള്ള മറ്റു മുന്നണി സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ സുപരിചിതനായ ഒരു വ്യക്തി എന്ന രീതിയിൽ നഗരസഭയുടെ കാര്യങ്ങൾ കഴിഞ്ഞ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ ഈ വികസനവുമായി ബന്ധപ്പെട്ട് പൊതുചർച്ചയിൽ പൊതുമുഖമായി മാറിയ ഒരാൾ എന്ന രീതിയിൽ കൂടുതൽ സ്വീകാര്യത കിട്ടും എന്നുള്ള കാര്യമാണ് കണക്ക് കൂട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ രണ്ട് സ്ഥാനാർത്ഥികളും, അതായത് രണ്ടുപേരെയും ആളുകൾക്ക് പേരെടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കൃഷ്ണകുമാറിന് അതില്ല എന്നുള്ള ഒരു കാര്യം, അതാണ് ഏറ്റവും കൂടുതൽ ഗുണകരമാവും. പിന്നെ ഈ ചിഹ്നവും കൃത്യമായി. കാരണം അവർക്ക്, അല്ലെങ്കിൽ പലപ്പോഴും തമാശയായി പറയാറുണ്ടെങ്കിൽ പോലും ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി എന്ന് BJPക്ക് എതിരെ ഉള്ള ഒരു ആരോപണമായി പറയുന്നുണ്ടെങ്കിൽ പോലും അത് പക്ഷേ അവർ അത് അനുകൂലമായാണ് കാണുന്നത്. കാരണം താമര ചിഹ്നവും C. കൃഷ്ണകുമാറും അത് സ്ഥിരമായി അവിടെ ഉണ്ട്. അപ്പോൾ ആ വോട്ട് കിട്ടും എന്നുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ വോട്ട് ഭിന്നിപ്പിക്കാൻ സാധ്യതയുള്ളത് എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ആളുകളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ ഒന്നിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ഈ റോഡ് ഷോയിൽ നമ്മൾ കണ്ടതാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ വലതുഭാഗത്ത് നിൽക്കുന്നു, കൗൺസിലർമാർക്ക് പ്രത്യേക വാഹനം, അവരെ നടത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റു വാഹനത്തിലോ അല്ല, കൗൺസിലർമാർ കൃഷ്ണദാസ് വലതുഭാഗത്ത് ശോഭാ സുരേന്ദ്രന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഇത്തവണ ഈ പെട്ടിക്ക് പുറകെ പോവും എന്ന് പറഞ്ഞ മുൻ ചെയർപേഴ്സൺ, അവർ പ്രിയ വലതുഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങളിതാ ഒറ്റക്കെട്ടാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാനും പ്രവർത്തകർക്കിടയിൽ കാണിക്കാനും എന്തായാലും അവസാന ലാപ്പിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അതോടൊപ്പം വ്യക്തിപരമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഇത്തവണ നഗരസഭയ്ക്ക് പുറത്ത് വോട്ട് പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി അവർ കാണുന്നത്. നഗരസഭയിൽ എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാകും. പക്ഷേ ആ ഭൂരിപക്ഷം 9,000-ഓ 10,000-ഓ ആ ലീഡിലേക്ക് വരണം. കഴിഞ്ഞ തവണയും ആ ലീഡ് എത്തുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈസിയായി വിജയിക്കാവുന്നതാണ്. പക്ഷേ അത്രത്തോളം എത്താൻ സാധിച്ചില്ല. ഇത്തവണ 8 മുതൽ 9,500 വരെ ലീഡ് ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ, അല്ലെങ്കിൽ നഗരസഭ എണ്ണിക്കഴിയുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ 100% വിജയം BJPക്ക് ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടലുണ്ട്. അതോടൊപ്പം പിരായിരി പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ മാത്തൂർ പഞ്ചായത്തിലും ഈ കണ്ണാടി പഞ്ചായത്തിൽ അത്രത്തോളം വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്ന് BJP വിശ്വസിക്കുന്നില്ല. പക്ഷേ പിരായിരിയിലും മാത്തൂരിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂട്ടാൻ സാധിക്കും എന്ന് കൃത്യമായി ഗ്രൗണ്ട് വർക്കിൻ്റെ കണക്കുകൂട്ടലിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാൽക്കുലേഷനിലാണ് വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അവർ ഇപ്പോൾ ഒരുപക്ഷെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വ്യക്തിപരമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു കണക്ക് പറയാനാവുക. പക്ഷേ 2000 മുതൽ 3,500 വരെയുള്ള ഒരു ഭൂരിപക്ഷം, അതാണ് യഥാർത്ഥത്തിൽ BJP കണക്ക് കൂട്ടുന്നത്. ഗ്രൗണ്ടിൽ ഉള്ള ഒരു കാൽക്കുലേഷനിലാണ്. അല്ല, അത് ത്രികോണ മത്സരമാണ്, ശക്തമായ ത്രികോണ മത്സരം നിൽക്കുകയാണ്. അപ്പുറത്ത് LDFനോട് സംസാരിക്കുമ്പോൾ അവർ എത്രത്തോളം അത് പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് സംസാരിക്കുന്ന ആളുകൾ പറയും 1,500-2,000 വോട്ടിന് ജയിക്കും എന്നുള്ളതാണ്. 1,500-2,000 വോട്ടൊക്കെ എങ്ങനെ കണക്ക് കൂട്ടി എടുക്കാൻ പറ്റും? 6,000, 8,000, 15,000 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ കൃത്യമായ ഒരു ഫിഗറിലേക്ക് പോകും. 2ാം സ്ഥാനത്ത് എത്തിയാൽ പോലും വിജയമാണെന്നുള്ളതാണ്. ആ ചിന്ത അങ്ങനെ തന്നെയാണ് പോകുന്നത്. വേറെ ഇല്ല, ഈ ഇതിനകത്ത് ഒരു കാര്യമുണ്ട് പ്രസാദ്. ഈ കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം,
കൃഷ്ണകുമാർ ഒരു പൊതുസ്വീകാര്യനായി കാര്യങ്ങളിൽ ഇടപെടുന്നയാളാണെന്നുള്ള ഒരു പ്രതീതിയുണ്ട് പാലക്കാട്, അല്ലേ? അതെ, കൃഷ്ണകുമാറിനെ കുറിച്ച് അങ്ങനെയാണ് ഒരു അഭിപ്രായം. കാരണം പാർട്ടിക്ക് പുറത്ത് കുറച്ചും കൂടി സ്വീകാര്യനായ ഒരാൾ എന്നുള്ളതാണ്. ഒരു സൗമ്യനാണ്, ആളുകളോടെല്ലാം ആ രീതിയിലാണ് ഇടപെടുക. പക്ഷേ ഈ പാർട്ടിക്കകത്തുള്ള പ്രശ്നം നേരത്തെ സരീഷ് പറഞ്ഞതുപോലെ സ്ഥിരമായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം 4 തവണ കൗൺസിലറായി, അതിൽ ഒരു ടൈമിൽ വൈസ് ചെയർമാനായി, പിന്നീട് മലമ്പുഴയിൽ 2 തവണ മത്സരിക്കുന്നു, പാർലമെന്റിൽ 2 തവണ മത്സരിക്കുന്നു. അപ്പോൾ വേറെ ആൾ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കണ്ടതാണ് രാജഗോപാൽ എത്ര തവണ മത്സരിച്ചിട്ടാണ് അവസാനം ജയിച്ചത് എന്നുള്ളത്. കാരണം BJP അങ്ങനെ ജയിച്ചു വരുന്ന മണ്ഡലങ്ങളല്ലല്ലോ. അപ്പം സ്ഥിരമായി അങ്ങനെ വോട്ട് വർദ്ധിപ്പിച്ച് വരുന്നത് കൃഷ്ണകുമാറിന് എന്തിനു മാറ്റണം എന്ന് സ്വാഭാവികമായിട്ട് നേതൃത്വം ചോദിക്കുമല്ലോ. കാരണം അദ്ദേഹം ഓരോ തവണ മത്സരിക്കുമ്പോഴും വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പം അതിൽ അത്ഭുതം കൊണ്ട് ഇത്രയും എതിർപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് വർദ്ധിപ്പിക്കാനാവുക? അപ്പം അങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്തിനു മാറ്റണം? വേറൊരാൾ വന്നിട്ട് ആരാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ പോലെയുള്ള ആളുകൾ മത്സരിക്കണം. വേറെ ഇവിടുന്ന് ആരെയാണ് കണ്ടെത്താൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഈ സൗമ്യനായ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് വോട്ടായി മാറുന്നുള്ളൊരു പ്രതീക്ഷയാണ്. സാധാരണ പോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ ശ്രീധരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീധരൻ്റെ ഒരു ഘടകം യോജിക്കുന്ന സ്ഥാനാർത്ഥിയാണ് സരി. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത. ഇനിയിപ്പോൾ അവർ മാതൃഭൂമി പത്രത്തിൽ പുള്ളൗട്ട് പ്രത്യേകമായിട്ട് LDF കൊടുത്തു. അതിനകത്ത് അവർ പ്രധാനപ്പെട്ട പോയിന്റ് രാജ്യത്തിൻ്റെ CA ലേക്ക് വരെ എത്തിച്ചേരാൻ ആവശ്യമായ വിദ്യാഭ്യാസ ഭാവിയിലങ്ങൾ എത്തിയേനെ എന്നാണ്. അതിന് ശാന്ത അവിടെ ഒരു സ്വീകാര്യത കിട്ടുമായിരുന്നു അല്ലെ ആ പ്രചരണത്തിന്? തീർച്ചയായിട്ടും അത് LDF പ്രചരണത്തിലും കൃത്യമായി അത് പാലിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാകും. കാരണം ഒരിടത്തും അവരുടെ പ്രചരണത്തിനിടയിൽ സഖാവ് സരിൻ എവിടെയും കാണില്ല. എല്ലായിടത്തും സരിൻ ബ്രോ എന്നുണ്ടായിരിക്കും. സഖാവ് സരിൻ ആയില്ലല്ലോ പൂർണ്ണമായും. അല്ല, എങ്കിലും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴും ഇടതുപക്ഷം അത്തരം പോസ്റ്ററുകൾ ചിലതെങ്കിലും ഇറക്കാറുണ്ട്. അങ്ങനെ ഒരു ഒന്നുമില്ല. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ശ്രീധരൻ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഈ ശ്രീധരൻ കിട്ടിയിട്ടുള്ള ഒരു ആദരവും ബഹുമാനത്തോടും കിട്ടിയിട്ടുള്ള ഓരോ വോട്ടുകളുണ്ട്. അത് സമാന രീതിയിൽ സരിനിലൂടെ നേടിയെടുക്കുക എന്നുള്ളത് LDF ഒരു തന്ത്രപരമായി തന്നെ സ്വീകരിച്ച ഒരു നിലപാടാണ്. അത് കൃത്യമായി അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും പോകുമ്പോഴും അത് തന്നെയാണ്. പ്രചരണ രംഗത്ത് പോകുമ്പോഴും ഓരോ വീടുകളിൽ പോകുമ്പോഴും പറയുന്നത് തന്നെയാണ്. പിന്നെ അവരുടെ അനൗൺസ്മെന്റ് വാഹനത്തിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഡോക്ടർ സരിൻ ഐ.എ. ഒരു സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് പൊതുസേവനത്തിന് വന്ന ആൾ. അപ്പോൾ ഇതെല്ലാം നിരന്തരമായി പ്രചരണ രംഗത്ത് നടത്തുന്നത് കൃത്യമായ തന്ത്രം തന്നെയാണ്. ഞാൻ അതാ നേരത്തെ പറഞ്ഞ സഖാവ് സരിൻ എന്നുള്ളത് എവിടെയും കാണില്ല, സരിൻ ബ്രോ മാത്രമാണ് എല്ലായിടത്തും ഉള്ളത്. വേറൊരു വലിയ കൗതുകരമായ കാര്യം 100 കണക്കിന് സ്റ്റെതസ്കോപ്പുകൾ വിറ്റഴിഞ്ഞു ഈ സമയത്ത് എന്നുള്ളതാണ്. ആളുകളുടെ കയ്യിലെല്ലാം സ്റ്റെതസ്കോപ്പാണ്. ഇത് പരിചയപ്പെടുത്താനായിട്ട്, ചിഹ്നം പരിചയപ്പെടുത്താൻ. ലിജോയിലേക്ക് വന്നാലേ ലിജോ അവിടുത്തെ വയനാട്ടിലെ പ്രചാരണ പരിപാടികളും എല്ലാം പൂർത്തിയാക്കിയിട്ട് പ്രിയങ്ക ഗാന്ധിനെയും മറ്റ് സ്ഥാനാർത്ഥികൾ അവരവരുടെ സ്ഥലത്തേക്ക് പറഞ്ഞ ശേഷം ഇങ്ങോട്ട് വന്നതല്ലേ വന്നിറങ്ങിയത്. പക്ഷേ വയനാട്ടിലേക്കാൾ കൂടുതലെന്ന് തന്നെ പറയാവുന്ന ഒരു പ്രചാരണ കോലാഹലത്തിലും ആവേശ മത്സരത്തിലേക്കുമാണ് അല്ലേ? തീർച്ചയായും വയനാട്ടിൽ കുറേ കൂടെ വൺ സൈഡഡ് ആയിരുന്നു എനിക്ക് പലപ്പോഴും പ്രചാരണത്തിൽ. അത് വോട്ട് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ കാടിളക്കിയുള്ള പ്രചാരണം നടത്തിയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി വരുന്നിടത്ത് ആളുണ്ടായിരുന്നുള്ളൂ. ആ തരത്തിലായിരുന്നു പ്രചാരണം. ഇടതുപക്ഷമായാലും NDA ആയാലും കുറേയും കൂടെ കോർണർ മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹ സന്ദർശനം ആ തരത്തിലാണ് അവർ വർക്ക് കാണുന്നത്. ആൾക്കൂട്ടം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ പക്ഷേ അങ്ങനെയല്ല, എല്ലായിടത്തും ആളുണ്ട്. ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ നമ്മൾ മാറി മാറി നോക്കുമ്പോൾ 3 സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ബലാബലം കാണിക്കാവുന്ന തരത്തിലുള്ള ആളുകളെ നിർത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ട്രാറ്റജിക്കലി 3 പേർക്ക് 3 തരം തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഈ സരിൻ ബ്രോയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇന്ന് CPM-ന്റെ കൊടികൾ വളരെ കുറവായിരുന്നു. ഒരു കാര്യം, ലിജോ ഇവിടെ വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. വന്ന് ചോദിക്കുമ്പോൾ LDF-ന് എല്ലാവരും ഭയങ്കര കോൺഫിഡൻസിലാണല്ലോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ലിജോ പറയും. അതെന്താ അങ്ങനെയാണ്? അല്ല, അതിൽ തന്നെ ഇന്നിപ്പോൾ ലാസ്റ്റ് കാണിച്ചത് സരിൻ്റെ ഫോട്ടോയും ഈ ചിഹ്നത്തിന്റെ പടമുള്ള കുറേ കുട്ടികളുടെ എല്ലാം കഴുത്തിൽ സ്റ്റെതസ്കോപ്പും അങ്ങനെയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അവിടെയും ഓരോരുത്തർക്കും സ്ട്രാറ്റജികൾ കൃത്യമായിട്ടുണ്ട്. അത് ആ തരത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അടിത്തട്ടിൽ വേറെ വർക്ക് നടക്കുന്നുണ്ട്, മുകൾ തട്ടിൽ വേറെ. അത് 2 തരം വർക്ക് എന്തായാലും പാലക്കാട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോയിന്റ് പ്രധാനമാണെന്ന്. അതായത് ഇപ്പം BJP-യിലാണെങ്കിലും ലെഫ്റ്റിലാണെങ്കിലും UDF-ലാണെങ്കിലും പുറമെ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത്. അവർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അടിവലിവ് കൂടെയുണ്ട്. അതെ, തീർച്ചയായും. അതിനകത്ത് ഒരു 1-2 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാശി ഏറാൻ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ വാശി എന്ന് പറയുമ്പോൾ ഈ 3 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം എന്ന നിലയ്ക്കാവണമല്ലോ. ഇത് അതിനപ്പുറത്ത് വാശി ഏറ്റാനുള്ള ഘടകങ്ങൾ വേറെ വന്നു എന്നുള്ളതാണ്. ഒന്ന്, ഈ പറയുന്നത് പോലെ സരിൻ UDF-ൽ നിന്ന് സരിൻ പോകുന്നു, ആകെ പിണങ്ങി, കോൺഗ്രസുമായിട്ട് പിണങ്ങി, പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സരിൻ പോകുന്നു. അതിൻ്റെ വാശി വേറെ കിടക്കുകയാണ്. മനസ്സിലായില്ലേ? സരിൻ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതല്ല, ഇവിടുന്ന് പിണങ്ങി പോയല്ലോ എന്നുള്ള വാശി അപ്പുറത്ത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായി പല കളികളും നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആദ്യം കെ മുരളീധരൻ്റെ പേര് വന്നു. പിന്നെ
ഐ ഗ്രൂപ്പിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ എന്തായിരിക്കും? വീണ്ടും കോൺഗ്രസിൽ ആ പഴയ വിഭാഗീയത തിരിച്ചു വന്നെങ്കിൽ അത് തിരിച്ച് പരിഹരിച്ച് പിടിക്കാൻ വേണ്ട നടപടികൾ എന്തെല്ലാമാണ്? അങ്ങനെയുള്ള ആലോചനകൾ ഒരു വഴിക്ക്. ഇപ്പുറത്ത് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോകുന്നു, അപമാനിച്ചിറക്കി വിടുന്നു എന്നുള്ള ആദ്യത്തെ പരാതി. അതിനുശേഷം സന്ദീപ് എവിടെ പോകുന്നു എന്നുള്ള പ്രശ്നം. അതിനുശേഷം സന്ദീപ് പോയി കഴിയുമ്പോൾ പിന്നെ വേറൊരു വാശിയാണ്, വേറൊരു വാശി. അതിന് വേണ്ട ഇനി സന്ദീപിനൊപ്പം ആരും പോകാതിരിക്കാൻ വേണ്ട ഇടപെടൽ വേറെ. അതായത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരൊക്കെ ഈ പ്രയോഗിക്കേണ്ട തന്ത്രങ്ങളുടെ ഇരട്ടി, അതുമാത്രമല്ല അതിൻ്റെ ഇരട്ടി ആലോചനകളും വേണ്ടി വരുന്നുള്ള. മാത്രമല്ല ചില തലകൾ ഉരുളുകയും ചെയ്യുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയമോ തിരിച്ചടിയോ ഉണ്ടായാൽ ഉരുളാനിരിക്കുന്ന തലകളുണ്ട്. അതിലിപ്പോൾ 3 മുന്നണിയിലും ഉണ്ട്. അതാണ് ഇതിൽ പകല് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പകലെല്ലാം ദിവസം പ്രചാരണ പരിപാടികളിലേക്ക് പോകും. KC വേണമൊക്കെ ഉണ്ട്. രാത്രി സന്ദീപ് വാര്യരോട് ചർച്ച നടത്തുകയാണ്. ഇപ്പുറത്താണെങ്കിൽ ഇവർ പ്രചാരണ പരിപാടികൾ നടത്തുന്നു, പക്ഷെ ആരെയാണ് വലിച്ച് താഴെ കിടക്കാൻ പറ്റുന്ന ആലോചിക്കുകയാണ്. അപ്പോൾ മുകൾ തട്ടിലൂടെ ഒരു പ്രചാരണത്തിൻ്റെ ഒരു നദി ഒഴുകുകയാണ്, താഴെ അടിയൊഴുക്കുള്ള മറ്റൊരു നദി കൂടെ ഒഴുകുകയാണ്. ഇതിനകത്ത് ഹർഷ, എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ ആകെ 35 ദിവസ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മണ്ടത്തരങ്ങൾ ചെയ്തു എന്ന് ആരെക്കുറിച്ചെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റിനെ ചേർത്ത് വേണം പറയാൻ. തീർച്ചയായും അത് രണ്ടുപേരാണ്. ഒന്ന് കൃഷ്ണദാസ് AK ബാലൻ. അതിലെന്താ വെച്ചാൽ ഈ സരിന് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു വൈഡായിട്ട് നമ്മളിതിനെ ഒരു വൈഡർ പിക്ചർ നോക്കുമ്പോൾ ഈ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഇവർ. ആരെ സ്ഥാനാർത്ഥിയാക്കും? 3-ാം സ്ഥാനത്തുള്ള ആകെ ഭയപ്പാടോടെ സമീപിക്കേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആരെ സ്ഥാനാർത്ഥിയാക്കുന്ന ബേജാറായി നിൽക്കുമ്പോഴാണ് സരിനെ കിട്ടിയത്. സരിനെ കിട്ടിയതോടെ വളരെ ആവേശമായതോടുകൂടി പിന്നെ സന്ദീപൊക്കെ വരും, മഹാനായ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായൊരു പിടുത്തവും കൊടുക്കാത്ത വിധം അങ്ങോട്ട് ലൂസായിട്ട് അങ്ങ് പോയി. അതോടുകൂടി തിരിച്ചടി വന്നപ്പോൾ അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് വേദിയിലേക്കുള്ള വരവ് യഥാർത്ഥത്തിൽ BJPയിൽ നിന്നൊരു നേതാവിനെ അടർത്തിയെടുക്കുന്നു എന്നതിൻ്റെ സന്തോഷം മാത്രമായിരുന്നില്ല, CPM-ന് കണ്ടോ ഞങ്ങളുടെ ശേഷി, എക്സിക്യൂഷനിലെ ശേഷി എന്ന് കാണിച്ചു കൊടുക്കുന്നൊരു കാര്യം കൂടിയായിരുന്നു സത്യത്തിൽ. എനിക്ക് തോന്നുന്നു AK ബാലനെ ഞാനന്ന് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അതിൻ്റെ ചമ്മൽ. അതിനകത്ത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇങ്ങനെ ഒരു ആലോചനയോ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതികരണത്തിനോ പോകുന്നതിന് മുൻപ് ഈ ബാലേട്ടൻ വിജയേട്ടനെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മാത്രം മതിയായിരുന്നു എന്താണ് പിണറായി വിജയന്റെ മനസ്സിലിരിപ്പ് എന്നുകൂടി. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പൂർണ്ണമായി ഇത് പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്താനുള്ള ഒരു ആലോചന AK ബാലന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൽ അവർക്ക് ആശ്വാസകരമാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. പക്ഷേ അത് വരാതിരുന്നതുകൊണ്ടുള്ള ആശ്വാസത്തിനല്ല, വരാതിരുന്നതുകൊണ്ട് അതിന് ചമ്മൽ കൂടെ ഏറ്റുവാങ്ങേണ്ടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു പ്രസാദ്, അതിനകത്ത് ഈ ലെഫ്റ്റ് ശരിക്കും കഴിഞ്ഞതിന് 36,000 വോട്ടാണ്. അതായത് മറ്റു രണ്ടുപേർക്കും 50,000-ന് മുകളിൽ വോട്ടുണ്ട്. ഷാഫിക്ക് 54,000-ഉം ഇവിടെ 50,000-ഉം ഉണ്ട്. ശ്രീധരന് ഇവിടെ 36,000 വോട്ട് ചെയ്തു. എന്ന് വെച്ചാൽ 36,000 മനുഷ്യർ ഏറ്റവും ഹാർഡായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും CPM-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഊർജ്ജം പാലക്കാട്ടെ പാർട്ടി കാണിച്ചിട്ടില്ല. ഈ മണ്ഡലത്തിൽ, പാലക്കാട് ജില്ലയിലെ മൊത്തത്തിലല്ല, ഈ മണ്ഡലത്തിൽ പാലക്കാട്ട് അങ്ങനെ രാഷ്ട്രീയ ഊർജ്ജമില്ലാത്തൊരു സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റായി പോകുക ആയിരുന്നു എന്ന്. ഇപ്പൊ ഞാനത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം നമ്മൾ പറയുന്നില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അവരവരുടെ പരമാവധി ശേഷി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പാലക്കാട് നഗരത്തിൽ CPM-ന്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. അപ്പം പ്രത്യേകിച്ച് നഗരസഭയിലെ പല മേഖലകളിലും CPM-ന് കടന്ന്, അതായത് പ്രവർത്തകർ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനൊരു സ്ഥാനാർത്ഥി വരുന്നത്. അപ്പോൾ അവരവരുടെ പരമാവധി ശേഷി ഉപയോഗിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആളുകൾ ആവേശത്തോടു കൂടി വരുമ്പം അതിൽ വെള്ളമൊഴിക്കാൻ വേണ്ടി NN കൃഷ്ണദാസിൻ്റെയും AK ബാലൻ്റെയും ഒക്കെ സംഭാവനകൾ കുറച്ചുണ്ടായിരുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ നീല ട്രോളി വിവാദം വരുന്ന സമയത്ത് അത് പക്ഷേ അത് അവരൊരു ക്യാമ്പയിനായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്ന സമയത്താണ് നീല ട്രോളി ഒന്നുമില്ല, ജനകീയ വിഷയമാണ്. അതിന്റെ വഴിക്ക് പോകട്ടെ. കൃഷ്ണദാസിനൊക്കെ പ്രശ്നം എന്തായിരുന്നു ശരിക്കും ഇപ്പോൾ പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ ജനകീയ ചർച്ച ഉയരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രതിസന്ധിയിലാകുമ്പോൾ സർക്കാരാണ്. കാരണം സർക്കാർ ഇവിടെ ഇത് 2ാം ടൈം, പിണറായി സർക്കാരിന്റെ 2ാം ടൈമാണ്. 7 വർഷം 8 വർഷം കഴിയുന്ന ഒരു സർക്കാരിന് കഷ്ടപ്പെട്ടാണ് അത്തരത്തിലുള്ള ഒരു ആന്റി ഇൻകംബൻസി വരുന്ന തരത്തിലുള്ള ചർച്ചയിലേക്ക് നയിക്കാതിരുന്നത്. അല്ലല്ല, അത് പറഞ്ഞ ഹർഷത് പറഞ്ഞപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ, അതായത് ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലാതെ ഭരണവിരുദ്ധ വികാരമോ മറ്റെന്തെങ്കിലും അവർക്കെതിരെ ഇപ്പോൾ ഈന്തപ്പഴം തൊട്ട് ഖുർആൻ വരെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ മകള് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ വിഷയങ്ങൾ അവർ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അതിന്റെ വസ്തുതകളല്ല, ഒരൊറ്റ കാര്യം ഇവിടെ ചർച്ചയായിട്ടില്ല. UDF ഒരു തെരഞ്ഞെടുപ്പിൽ പറയാവുന്ന കാര്യങ്ങൾ നെൽകർഷകരുള്ളതാണ്. നെൽകർഷകർക്ക് അവരുടെ ഏറ്റവും വലിയ പരാതി സബ്സിഡി, അതായത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ താങ്ങുവിലയുടെ വിഹിതം വർദ്ധിക്കുമ്പോൾ അതിന് ആനുപാതികമായി സാധാരണഗതിയിൽ ഒരു പൈസ അല്ലെങ്കിൽ 20 പൈസ അങ്ങനെയൊക്കെ
കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കാറുള്ളത്. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം ആ വിഹിതം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ വലിയ പ്രതിഷേധമാണ്. അപ്പോൾ അതൊക്കെ ചർച്ചയിലേക്ക് വരാതിരിക്കാനും അടവുനയമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കൃഷ്ണദാസ് ആരെ സഹായിക്കാനാണ് അത് പറഞ്ഞതെന്ന് പോലും നമ്മൾ സംശയിക്കില്ല. അതിനകത്ത് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതായത് അതിനകത്ത് എനിക്ക് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിധിയെ തന്നെയും നിർണ്ണയിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം UDF ഈ പറയുന്ന, അപ്പം ഹർഷം പറഞ്ഞു ഈന്തപ്പഴമൊക്കെ കഴിഞ്ഞില്ലേന്ന്, പക്ഷേ UDF എല്ലാ തെരഞ്ഞെടുപ്പിലേക്കും എടുത്തു വെച്ചിരിക്കുന്ന പലവിധ ആയുധങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്ത കുഴപ്പങ്ങൾ, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ഈ അവർ കൂടെ ഹാപ്പി ആയിരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ചയായത് എന്നതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് വേദിയെ ബാധിക്കുമോ സ്വാധീനിക്കുമോ എന്നൊരു പോയിന്റ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിനു മുമ്പേ കൃഷ്ണദാസിന്റെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ട സമയം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ പോകുന്നത്, അത് ജില്ലാ സെക്രട്ടറിയുമായി തന്നെയാണ് ഇറങ്ങുന്നതെന്ന് അദ്ദേഹം പറയുന്നു. കൃഷ്ണദാസ് വരുന്നു, ചർച്ച നടത്തുന്നു, തിരികെ കൊണ്ടുവരുന്നു, ആ ഹോളിലേക്ക് വലിയ തോതിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ അതിൽ അങ്ങനെ ഒരു ഷോയും കൂടെ നടന്നായിരുന്നു. അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭയങ്കര ദൃശ്യമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി നിർണായകമാവുന്നത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ്. ആ വോട്ടുകൾ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഘടകമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ നിലയ്ക്ക് നേരിട്ട് അതിലേക്ക് എത്താൻ പറ്റുന്ന വിഷയങ്ങൾ ചർച്ചയായി എന്നുള്ളതാണ്. അതിൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, BJP മുനമ്പം വിഷയം ഒരു പ്രധാനപ്പെട്ട പ്രചാരണായുധമായി എടുത്തു. ഇന്നിപ്പോൾ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ ഈ സഭാ നേതൃത്വം, മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് പാണക്കാട് തങ്ങളടക്കം ലീഗ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, പൊതുവായി ആ നിലയ്ക്കൊരു ആലോചനയും കൂടിയാലോചനയും ചർച്ചയൊക്കെ വേറൊരു തരത്തിലുണ്ടായി. ഈ ദിവസം തന്നെ സെലക്ട് ചെയ്യുന്നു. മറ്റൊന്ന്, അതേസമയം മുഖ്യമന്ത്രി കർശനമായി ഈ ലീഗ് നേതൃത്വത്തെ വിമർശിക്കുന്നു. അത് സന്ദീപ് വാര്യരുടെ കടന്നുവരവുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വത്തെ കർശനമായി വിമർശിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായി CPM ആവർത്തിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ബന്ധം, ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്സ് ഒളിച്ചു കിടത്തുന്ന മുസ്ലിം ലീഗ് എന്നുള്ള വാദം, ഇതെല്ലാം അവതരിപ്പിക്കാൻ ഈ സമയം ഉപയോഗിച്ചു. ഇതെങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിന് ഇരട്ടി വാല്യൂ ഉണ്ട്. അതായത് ഒന്ന്, മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദങ്ങൾ ആവർത്തിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ പരമോന്നതനായ നേതാവ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ അണിയെപ്പോലെ പെരുമാറുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് കൂടിയായിരുന്ന, മുൻഗാമിയായിരുന്ന ആൾ അത് ചെയ്തിരുന്നതല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ അത് ഏത് കാലത്താണ് പറയുന്നത്? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോഴാണ്. മുസ്ലിം ലീഗിൻ്റെ ആശീർവാദത്തോടെ സന്ദീപ് വാര്യർ എന്നൊരാൾ കേരള രാഷ്ട്രീയത്തിൽ മുൻപൊട്ടും മറ്റുദാഹരണങ്ങളില്ലാത്ത വിധം പ്രകടമായിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തിയ ഒരു നേതാവിനെ, ആ വർഗീയ പരാമർശങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാതെ, അദ്ദേഹം ജനറലായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് ഓരോന്നിടത്ത് തള്ളിക്കളയാതെ തന്നെ അദ്ദേഹത്തെ അങ്ങോട്ട് സ്വീകരിച്ച ആ മുസ്ലിം ലീഗിനെ വെച്ചിട്ടാണ് പിണറായി വിജയൻ ഇത് പറയുന്നത്. നമുക്കറിയില്ല മുസ്ലിം വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ചും പാലക്കാട്ടെ വോട്ടർമാർക്കിടയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിന് ആ സമയത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടുന്നൊരു രാഷ്ട്രീയ പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള എതിർപ്പ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. KM ഷാജി അതിശക്തമായിട്ട് അടിക്കുന്നു, ചന്ദ്രിക ലേഖനം എഴുതുന്നു. പക്ഷേ അപ്പോഴും അവിടെ MB ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇതിൻ്റെ എല്ലാം മുകളിൽ കയറി നിൽക്കും. അതായത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. ആര്? പാണക്കാട് തങ്ങൾ. ഈ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ആളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ആ വിമർശത്തെയാണ് വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നത് എന്ന വാക്ക് അവിടെ നിൽക്കും. അവിടെ നിൽക്കും. അത് ഒന്ന്, ഹർഷൻ നേരത്തെ ഉള്ളൊരു ചർച്ചയിൽ കേട്ടതുപോലെ, അതായത് നമ്മുടെ നാട്ടിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വോട്ടർമാർ വളരെ രാഷ്ട്രീയമായിട്ട് ആലോചിച്ചിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ആവേശത്തിന് മുകളിൽ ചെയ്യുന്നതല്ല. അവർ പല കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകൾ. അതെങ്ങോട്ട് മറിയും നമുക്കറിയില്ല. അതാണ് അതിൻ്റെ കാര്യം. ശാന്തൻ, എനിക്ക് ലിജോ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ഒരു കമന്റ് തീർച്ചയായും ലിജോയ്ക്ക് ആകാവുന്നതാണ്. തീർച്ചയായും ഈ പറഞ്ഞ പോലെ നമ്മളിന്ന് 2 ദിവസമായിട്ടാണ് ചർച്ച ഭയങ്കരമായിട്ട് സജീവമായിട്ട് കൊണ്ടുവരുന്നത്. അതായത് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളൊക്കെ വളരെ ഡ്രൈ ആയി നമ്മൾ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ സന്ദീപ് വാര്യരുടെ വിഷയം ഉണ്ടാകുന്നത്. അതിന് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോഴും സന്ദീപ് വാര്യരുടെ വരവ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലൂടെ ഓൾമോസ്റ്റ് 45 മുതൽ 50,000 വോട്ടുകളുള്ള ഒരു പ്രദേശത്ത് എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് CPM ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ തവണയൊക്കെ വളരെ കൃത്യമായി ഷാഫിക്ക് എൻ ബ്ലോക്കായിട്ട് പോയിട്ടുള്ള ഒരു ലെഫ്റ്റിൻ്റെ വോട്ടുണ്ട്. ആ വോട്ട് അത് കൃത്യമായി ഈ തവണ പിടിച്ചു നിർത്തണമെന്നുള്ളത് CPMൻ്റെ ആവശ്യം കൂടിയാണ്. ആ തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൂടെ അതിന് ഞാൻ കാണുന്നുണ്ട്. ഷാഫിക്ക് പോയതുപോലെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പോകാൻ സാധ്യതയില്ല. അങ്ങനെ എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ശ്രമം എന്തായാലും ആണ് ലെഫ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാഫി പൂർണ്ണമായും ആദ്യം മുതലേ തുടക്കത്തിൽ മുതലേ അങ്ങനെ നിൽക്കുന്നത്. അതാണ് അതേ പറഞ്ഞത്. അവിടെ എങ്ങനെയെങ്കിലും ക്യാഷ് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് CPM വളരെ ശ്രമിക്കുന്നത്. അതായത് ഇവിടെ ഉള്ളത് പ്രശ്നം, നമ്മൾ പറയുന്ന ചില്ലറ പൈസകൾ നുള്ളിപ്പെറുക്കുന്ന പോലെയാണ് ഇവിടുത്തെ വോട്ട്. എവിടുന്നൊക്കെ കിട്ടാവോ അതെല്ലാം, ഏതൊക്കെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം സ്വരുക്കൂട്ടി 1000 രൂപ ഉണ്ടാക്കുക അല്ലെങ്കിൽ 2000 രൂപ ഉണ്ടാക്കുന്നതാണ് വിജയം എന്നാണ് ഞാൻ ഇപ്പോഴും പാലക്കാടിനെ കുറിച്ച്.
ഈ കോൺഗ്രസിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു സംഭവമുണ്ട്. അതായത് ഇപ്പം ഈ ചേലക്കരയിലും വയനാടും പാലക്കാടും വിജയിച്ചാൽ പിന്നെ വി ഡി സതീശനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് ഇവിടെ സംസ്ഥാന നേതൃത്വത്തിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല വളരെ അസംതൃപ്തനാണ്. കാരണം വലിയ തോതിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അപ്പം ഇതെല്ലാം ഈ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും. പാലക്കാട് ഒരു നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നതെങ്കിൽ അത് വലിയ വിമർശനം ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പിന്നെ ആരും ഒന്നും മിണ്ടാതിരിക്കും. ചേലക്കരയിൽ കൂടി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സതീശൻ പറയുന്നതാണ് ശരി. ഒറ്റ പോയിന്റിലൂടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കും. അത് സരീഷിനോടാണ്. അതായത് ഈ മുനമ്പം വിഷയം BJP ശരിക്കും പുറമെ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അകത്ത് ഈ ഉൾ സ്ഥലങ്ങളിൽ ചെന്ന് വീടുകളിലൊക്കെ ചെന്ന് നടത്തുമ്പോൾ പ്രചാരണത്തിൽ ഉപയോഗിച്ചോ? ഒരു വാക്കും കൂടെ ആഡ് ചെയ്യണം. അധിനിവേശം എന്നുള്ള വാക്കെന്ന് പറഞ്ഞു. അതായത് മുനമ്പം അധിനിവേശത്തിനെതിരെ നാളെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടെന്നാണ് PV രാജേഷ് പറഞ്ഞത്. അധിനിവേശം എന്നുള്ള വാക്കാണ് കൃത്യമായി. അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സ്ഥാനാർത്ഥി മുനമ്പത്ത് പോകുന്നു. അവിടെ ഈ നോട്ടീസ് ലഭിച്ചവരുമായി ഇരുന്ന് സംസാരിക്കുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മുനമ്പം വിഷയം ഉയർത്തി കാട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് മുനമ്പത്തിന് സമാനമായി ഇവിടെ പല മേഖലകളിലും ഈ പ്രശ്നം വരാൻ പോകുന്നുണ്ട് എന്നൊരു ഭീഷണി കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ധോണി ആയാലും നൂറണി ആയാലും കൽപ്പാത്തി ആയാലും ഇതൊക്കെ ഇത്തരത്തിൽ കുടിയിറക്കപ്പെടാനുള്ള ഭീഷണിയുണ്ട് എന്ന രീതിയിൽ അവരത് കൃത്യമായി പറയുകയും കൽപ്പാത്തിയിലും നൂറണിയിലും നടന്ന സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ കൺവെൻഷനുകളിൽ കൃത്യമായി ഈ വിഷയം അവർ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മുനമ്പത്ത് ഞങ്ങൾ മാത്രമാണ് അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നത്, ഈ വിഷയം ഞങ്ങൾ മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു സൂചന കൂടി നൽകാൻ BJP ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ, അതായത് ഈ വിഷയം ഉയർന്നു വന്ന ആദ്യഘട്ടം മുതൽ ഇങ്ങോട്ട് സംസ്ഥാന നേതാക്കൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേന്ദ്ര മുൻമന്ത്രി ജാവ്ദേക്കർ ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹവും മുന്നോട്ട് വയ്ക്കുന്ന വിഷയം ഇത് മാത്രമാണ്. അതോടൊപ്പം ഇപ്പോൾ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അദ്ദേഹം തേജസ്വി സൂര്യ പറഞ്ഞപ്പോൾ കർണാടകത്തിന് സമാനമായി കർണാടകത്തിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടെ അതേ സാഹചര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളത്. അതിനകത്ത് നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്ന വർഷം ലൗഡായിട്ട് കേട്ട പല രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. പക്ഷേ സട്ടിലായിട്ട് അടിയിൽ കൂടെ നടന്ന ചില വിഷയങ്ങളുണ്ട്. ഈ മുനമ്പൊന്നും അങ്ങനെ സട്ടിലായിട്ടല്ല, ലൗഡായിട്ട് തന്നെ വന്നതാണ്. പക്ഷേ പലതരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്ന ഒരു വലിയ ഉപതെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ പരസ്യ പ്രചാരണത്തിനാണ് ഇന്ന് അവസാനമായിട്ടുള്ളത്. നിശ്ചയമായിട്ടും നാളെ മുതൽ നടക്കുന്ന നിശബ്ദ പ്രചാരണം പോലും ഒരർത്ഥത്തിൽ വളരെ ശബ്ദായമാനമായ പ്രചാരണമാണ്. നല്ല ശബ്ദത്തോടുകൂടി വളരെ ആവേശത്തോടുകൂടി ഇന്നുകൊണ്ട് താഴേക്ക് വെക്കാതെയുള്ള ആവേശത്തോടുകൂടി പ്രവർത്തകർ ഇന്നും എല്ലാ വീടുകളിലേക്കും മറ്റ് വോട്ടർമാരെ ചെന്ന് കണ്ട് ഇതേ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക ഈ അടുത്ത നാളെയും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റന്നാൾ പാലക്കാട്ടുകാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയത്തെയും, അതായത് വിധി വന്നതിന് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തെയും നിർണ്ണയിക്കുന്ന ഒരു ജനവിധിയായിരിക്കും വരാനിരിക്കുന്ന നേരത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ ചർച്ച, ഈ അനാലിസിസ് ഒന്ന് നിർത്താമെന്ന് തോന്നുന്നു.